നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ, മനു രാജീവിനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ രാജീവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് മനു കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. വൈജാൻ്റെ ഡിവോഴ്സ് നോട്ടീസൊക്കെ ബാലേന്ദ്രൻ ഞങ്ങൾ അയച്ച കാര്യമൊക്കെ അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ രാജീവൻ പറഞ്ഞു, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനു? അല്ലെങ്കിലും വൈജയോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് മനു പറഞ്ഞു, ഇളയച്ച ഇത് അപകടമാണെന്ന് പറഞ്ഞു. കാരണം ഒരു പക്ഷേങ്കിൽ വക്കീൽ നോട്ടീസ് വൈജയൻ്റെ അയച്ചിട്ടുണ്ടെങ്കിൽ അത് കോടതി വന്നു കഴിയുമ്പോഴത്തേനും മിക്കവാറും ബാലേന്ദ്രൻ ഞങ്ങൾ ഉള്ള സത്യങ്ങളൊക്കെ അങ്ങോട്ട് തുറന്നു പറയും. അവിടെ ഇട്ട് നാണം കെടുത്ത് തൊലി ഉരിയും ആൻറ്റിയുടെ. അങ്ങനെ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ അറിയുമെന്ന് പറഞ്ഞു. അങ്ങനെ കോടതിയിലെത്താതെ നോക്കുവാണെങ്കിൽ ആൻറ്റിക്ക് നാണക്കേടെന്ന് രക്ഷപ്പെടാം. പക്ഷേ കോടതിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്കിള് വെറുതെ ഇരിക്കില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജീവൻ പറഞ്ഞു, എത്രയൊക്കെ പറഞ്ഞാലും അവളുടെ തലയിലേക്ക് കയറത്തില്ല. നമ്മൾ എത്ര വട്ടം അവളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ അതൊന്നും അംഗീകരിക്കാനായിട്ട് അവൾ കൂട്ടാക്കുന്നില്ലോ എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യുക, ഒന്നുകിൽ ആൻറ്റിയോടൊന്ന് പോയി സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അങ്കിളിനോട് സംസാരിക്കുക. അങ്കിള് ഈ ഡിവോഴ്സിന് സമ്മതിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആകത്തില്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം രാജീവൻ പറഞ്ഞു, അത് ശരിയാ, പക്ഷേ ബാലേന്ദ്രൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ബാലേന്ദ്രൻ ഇപ്പം നല്ല ദേഷ്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വേണമെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറയണം. അങ്ങനെ രാജീവിനൊടുവിൽ ബാലേന്ദ്രനെ കാണാനായിട്ട് കടപ്പാട്ടൊരു വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ബബിത സിറ്റൗട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. രാജീവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഓ അങ്കിളോ, എന്ത് പറ്റി ഈ വഴിയേക്കുന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു, എന്താടി എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലേ? ഓ ഇനിയിപ്പം നിൻ്റെയൊക്കെ എന്നേലും അടിച്ചു മാറ്റാൻ വേണ്ടി വന്നതെന്നാണോ നീയൊക്കെ ഓർക്കുന്നേ? എടി, ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് നിൻ്റെയൊക്കെ കാര്യങ്ങൾക്ക് തീരുമാനം എടുത്തില്ലെങ്കിലേ നിൻ്റെയൊക്കെ ജീവിതം കോഞ്ഞാട്ടയായിപ്പോവും. അല്ലാതെ എനിക്കിഷ്ടമുണ്ടായിട്ടല്ല ഞാൻ വന്നത്. നീ നിൻ്റെ അമ്മ എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു നാടകം കാരണം ഇപ്പം മനുഷ്യൻ ഒരു സമാധാനമില്ലാത്ത അവസ്ഥയിലാണ്. അറിയാലോ, ഒന്ന് മാറുമ്പോൾ ഒന്ന്. നിൻ്റെ അഹങ്കാരത്തിനൊരു കുറവില്ലല്ലേ? നിൻ്റെ സഹോദരനല്ലേ ജയിലിൽ കിടക്കുന്നേ, അമ്മ ഹോസ്പിറ്റലും. പിന്നെ നിൻ്റെ അമ്മയെ നീയൊക്കെ കണക്കാം. നിൻ്റെ അമ്മയ്ക്കാണെങ്കിലോ ഇപ്പോഴും അഹങ്കാരത്തിനൊരു കുറവില്ല. ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുക. അത് കേട്ടപ്പോൾ ഭവിത പറഞ്ഞു, അത് അമ്മയെ ന്യായീകരിക്കുന്നതിന് പകരം അങ്കിൾ എന്തിനാ അമ്മയെ കുറ്റം പറയണമെന്ന് ചോദിച്ചു. ന്യായീകരിക്കാനോ? നല്ല കഥയായി. ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. നിൻ്റെ അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാന്നാണ് മനസ്സിലാകാത്തെ. ഞാൻ എന്തായാലും നിൻ്റെ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ. അതും പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് പകുതി ഓർത്തു, എല്ലാവരും തൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തുന്നേ, അതെന്താണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. അല്ല, തെറ്റ് ചെയ്ത് ഇവിടെ അച്ഛനല്ലേ ഒരുത്തിയെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ടും എല്ലാവരും കുറ്റപ്പെടുത്തുന്നു തൻ്റെ അമ്മയെ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അവളുടെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നത്. പിന്നീട് രാജുവിനും അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലീനെ ചോദിച്ചു, അങ്കിളോ ബാ ഇരിക്കാനൊക്കെ പറഞ്ഞു. അല്ല ബാലേന്ദ്രന് ഇല്ലേ മോളെന്ന് ചോദിച്ചു. പറഞ്ഞു, ഉണ്ട്, അകത്തുണ്ട് അച്ഛനെന്ന് പറഞ്ഞു. ഞാനൊന്ന് കണ്ടിട്ട് വരാം. അല്ല അങ്കിളിന് ചായയാണോ? ഒന്നും വേണമെന്നില്ല, ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അലീനെ അങ്ങോട്ടേക്ക് കയറിപ്പോയി. അങ്ങനെ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് രാജുവും ചെല്ലുവാണ്. ഈ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു, ഇതാര് രാജീവനോ? എന്ത് പറ്റി ഈ വഴിയെന്നൊക്കെ ചോദിച്ചു. അല്ല പിന്നെ ബാലേന്ദ്രനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ. എന്നെ കാണാനായിട്ടോ? എന്തേലും കാര്യമാണെങ്കിൽ ഫോൺ വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഇവിടെ വരെ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത് പിന്നെ ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, നേരിട്ട് കണ്ട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. നേരിട്ട് കണ്ട് സംസാരിക്കേണ്ടോ? അതെന്ത് കാര്യം? അല്ല വൈജ വക്കീൽ നോട്ടീസൊക്കെ അയച്ചെന്ന് പറഞ്ഞു. ഓ അതാണോ കാര്യം? വക്കീൽ നോട്ടീസ് അവൾ അയച്ചു, ഞാനത് സ്വീകരിച്ചു. ഇനി അതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ നോക്കണം. കേസ് കോടതിയിലെത്തട്ടെ, കുടുംബ കോടതി വരട്ടെ, അപ്പോൾ കുടുംബ കോടതി വെച്ച് അവളെ ഞാൻ നേരിടുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജുവും പറഞ്ഞു, അത് വൈജയ്ക്ക് ഒരു തെറ്റ് പറ്റിയതാണ്. ഒരു കാരണവശാലും കേസുമായിട്ട് മുന്നോട്ട് പോകരുത്. ബാലേന്ദ്രന് താല്പര്യമില്ലെന്ന് പറയണം ഡിവോഴ്സിന്. ബാലേന്ദ്രൻ വക്കീലിനൊന്നും കാണാൻ പോകണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും രാജീവേ? അത് ശരിയാവുന്ന കാര്യമാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതൊന്നും ഒരിക്കലും ശരിയാകത്തില്ല. ഞാനല്ല ഇതിന് മുൻകൈ എടുത്തേ, നിങ്ങളുടെ പെങ്ങളാണ്. നിങ്ങളുടെ പെങ്ങളുടെ അഹങ്കാരം ചില്ലറയൊന്നുമല്ല. അവൾക്ക് അസ്ഥിക്ക് പിടിച്ചിരിക്കും അഹങ്കാരം. ഇത്രയൊക്കെ ആയിട്ടും അവൾ പഠിച്ചിട്ടില്ല, വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുക. മകൻ ഒരുത്തനാണെങ്കിലോ ജയിലിലും. അവനെ രക്ഷിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടതിന് പകരം അവൾ ഇപ്പോഴും എൻ്റെ തലക്കിട്ട് തല്ലാൻ ശ്രമിക്കുന്നത്. അവൾക്ക് ഡിവോഴ്സ് വേണം പോലും ഈ കിടപ്പിലും. അപ്പോൾ പിന്നെ അതങ്ങോട്ട് കൊടുത്തേക്കാന്ന് ഞാൻ തീരുമാനിച്ചു. അതെ ബാലേന്ദ്രൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിച്ചു. എന്ത് പ്രശ്നം? കോടതിയിലേക്ക് വരട്ടെ രാജീവേ, കോടതി വെച്ച് ഞാൻ എന്തായാലും കാണുന്നുണ്ട്.
നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട് ഈ കേസ്. കാരണം കോടതിയിൽ വെച്ച് മറുപടി കൊടുത്തോളാം. അല്ല, അവൾക്ക് അലീനയാണല്ലോ പ്രശ്നം. അലീനയുടെ പ്രശ്നം ഞാൻ കോടതിയിൽ വെച്ച് തീർത്തു കൊടുത്തോളാം. അവിടെ ഞാൻ പറയുന്നതിനൊക്കെ അവൾ എനിക്ക് മറുപടി തരേണ്ടതായിട്ട് വരും. പിന്നെ അതുമാത്രമല്ല, ഒരു സ്റ്റാലി ഉണ്ടല്ലോ, ആ സ്റ്റാലി ജോസഫിനെ ഞാൻ കൊണ്ടുവരികയും ചെയ്യും. അയാളെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു പോയെന്നൊന്നും അറിയത്തില്ല. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾ ഏത് പാതാളത്തിലാണെങ്കിലും അയാളെ ഞാൻ കൊണ്ടുവരും. അയാളെ കൊണ്ടുവന്ന് ഞാൻ വൈജയുടെ മുന്നിൽ നിർത്തും. അവളും മറുപടി പറയണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജീവനൊന്ന് പേടിച്ചു. രാജീവൻ പറഞ്ഞു, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നാട്ടുകാരെ അറിയിപ്പിച്ച് വെറുതെ നാണം കെടുത്താന്ന് മാത്രമേ ഉള്ളൂ. ഓ, കൈതയ്ക്കൽ മാളി വീട്ടുകാർക്ക് ഭയങ്കര അന്തസ്സും അഭിമാനം കൂടുതലാണല്ലോ അല്ലേ? നെടുമ്പുഴയ്ക്കൽ വീട്ടുകാർക്കാണല്ലോ ഇതൊന്നും ഇല്ലാത്ത. അപ്പോൾ അതുകൊണ്ട് നെടുമ്പുഴയ്ക്കൽ വീട്ടുകാരെ താറടിക്കാൻ കിട്ടുന്നൊരവസരം വൈജി ഒരിക്കലും പാഴാക്കാറില്ല. ഇനിയിപ്പം കൈതയ്ക്കൽ മാളിക വീടിൻ്റെ അന്തസ്സും അഭിമാനം പോകുന്ന രാജീവിനൊക്കെ പേടിയുണ്ടോയെന്ന് ചോദിച്ചു. അതല്ല ബാലേന്ദ്ര, വെറുതെ പല്ലയുടെ കുത്തി നാറ്റിക്കേണ്ട കാര്യമുണ്ടോ? എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്കല്ലേ. എനിക്കെന്ത് പ്രശ്നം? ആൾക്കാരെന്നോട് ചോദിക്കും, അവൾ എന്തിനാ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നത്? അവൾ പണ്ടേ തന്നെ പറഞ്ഞു വിടാൻ വരാമെന്ന് ചോദിക്കും. അവളുടെ അഹങ്കാരമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും രാജീവ, ഇത്രയൊക്കെ ആയിട്ട് സാധാരണഗതിയിൽ എല്ലാവരും എന്താ ചെയ്യുന്നത്? അന്ന് മകനെക്കുറിച്ച് ചിന്തിക്കും. എനിക്കിങ്ങനെ ഒരു ഗതി ആയല്ലോ, അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് എന്താ ബാലേട്ട ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുകയോ ചെയ്യുന്നത്. പക്ഷെ അവളെന്താ ചെയ്തത്? അവൾക്ക് ഇപ്പോഴും ആ കിടന്ന കിടപ്പിൽ അവൾക്ക് അഹങ്കാരത്തിനൊരു കുറവില്ല. അങ്ങനെയുള്ളവന്മാരെയൊന്നും വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അതിന് തക്കതായ മറുപടി കൊടുക്കണം. അതുകൊണ്ട് കോടതി വെച്ച് ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞോളാന്ന് പറഞ്ഞു. രാജീവും മാക്സും പറഞ്ഞു നോക്കിയെങ്കിലും ബാലേന്ദ്രൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ബാലേന്ദ്രൻ പറഞ്ഞു, കഴിഞ്ഞ 10-22 വർഷക്കാലം അവളും നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിച്ചു. പക്ഷേ ഇനി ഈ പാപഭാരം ഞാൻ ചുമക്കേണ്ട കാര്യമില്ല. ഞാനെന്തിനാ ചുമക്കണേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ വല്ലാത്തൊരവസ്ഥയിൽ രാജീവിന് ഹാളിലേക്ക് വരുന്ന സമയത്ത് അലീന ചായയൊക്കെ കൊണ്ടേ കൊടുത്തു. പിന്നീട് രാജീവൻ പറഞ്ഞു, ഞാൻ ബാലേന്ദ്രനോട് സംസാരിച്ചുകൊണ്ടൊന്നൊരു പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല. ബാലേന്ദ്രനാണെങ്കിൽ കുടുംബ കോടതിയിൽ വെച്ച് കാണാമെന്നുള്ള രീതിയിലാണ്. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാനും അച്ഛനോട് പറഞ്ഞു നോക്കി, പക്ഷേ അച്ഛൻ സമ്മതിക്കുന്ന മട്ടില്ല. അച്ഛന് ആകെപ്പാടെ ടെൻഷനില്ല. ഒന്നാമത്തെ കാര്യം, രോഹിത്തിൻ്റെ കാര്യം ഓർത്തിട്ട് ആ സമയത്താണ് അമ്മ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. നോക്കാം, ഞാൻ വൈജയനെയും കൂടെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, എന്തേലും മാർഗം ഉണ്ടെങ്കിൽ ഈ ഡിവോഴ്സ് കേസ് പിൻവലിക്കാനായിട്ട് പറയണം. അല്ലെങ്കിൽ അമ്മ തന്നെയായിരിക്കും കോടതിയിൽ നാണം കിടന്നത്. അച്ഛനിനി വിട്ടുകൊടുക്കുമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രാജീവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അലീന ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, എന്താണെങ്കിലും ഈ ഒരു തവണയും കൂടെ അമ്മയോട് ക്ഷമിക്കുക. ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണ്ടെന്നൊക്കെ അലീന പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നീ എന്തൊക്കെയാണ് മോളെ പറയണേ? ഞാനല്ലല്ലോ, അവൾക്കല്ലേ കേസ്. അവളല്ലേ കേസും ഇതൊക്കെ വേണം, അല്ലെങ്കിൽ ഞാനുമായിട്ട് ഡിവോഴ്സ് വേണം എന്നൊക്കെ പറയണേ. ഇത്രയൊക്കെ എന്നോട് ചെയ്ത് കൂട്ടിയിട്ട് അവൾക്കിപ്പോഴും ഞാനാണ് കുറ്റക്കാരന്. അപ്പോൾ അവളുടെ അതുകൊണ്ട് അഹങ്കാരം അങ്ങ് തീർത്ത് കളയണ്ടേ? കിടന്ന കിടപ്പിലല്ല കാര്യം സാധിക്കുന്നെങ്കിലും അവൾക്ക് അഹങ്കാരത്തിനൊരു കുറവില്ല. ദേ, ഈ ബാലേന്ദ്രൻ ആരാന്ന് അവൾ ശരിക്കും അറിയാൻ പോകുന്നുള്ളെന്ന് പറഞ്ഞു. അലീനയ്ക്കും ഭയങ്കര വിഷമമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നീട് രാജീവ് ശിവശങ്കരനെ വിളിക്കുകയാണ്. ശിവശങ്കരനെ വിളിച്ചിട്ട് പറഞ്ഞു, ശിവേട്ടന് ഹോസ്പിറ്റലിലേക്കൊന്ന് വരണം, വൈജി ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്തിന്? അല്ല, ആ ഡിവോഴ്സ് കേസിനെക്കുറിച്ച്. രാജീവ, ഇതിനെക്കുറിച്ച് ഞാൻ അവളോട് സംസാരിച്ചാൽ ഞാൻ പറഞ്ഞിട്ടൊന്നും അവൾ കേൾക്കുന്നില്ല. ഇനി വേണേൽ നീയൊന്ന് സംസാരിച്ച് നോക്കാൻ പറഞ്ഞു. ഒടുവില്ല രാജീവന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പം വൈജി ചോദിച്ചു, രാജീവനോ? പിന്നെ രാജീവനോട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. ആ സമയത്ത് രാജീവൻ പറഞ്ഞു, അല്ല, നീ ഇതെന്തു ഭാവിച്ച വൈജയെന്ന് ചോദിച്ചു. എന്താ? രോഹിത്ത് ജയിലിൽ കിടക്കുന്നു, നിനക്ക് ഈ വയ്യാത്ത അവസ്ഥ, ഈ സമയത്ത് നീ ഡിവോഴ്സ് വാങ്ങിയിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. ഓ, അതാണോ? ഡിവോഴ്സ് വാങ്ങിയിട്ട് ഞാൻ നല്ല അന്തസ്സായിട്ട് ജീവിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അന്തസ്സായിട്ട് ജീവിക്കണം, പിന്നല്ലാതെ. ഇനി ആ കടപ്പാട് വീടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. അവളെ ഞാൻ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ പറഞ്ഞു. പക്ഷേ അതിന് ബാലേന്ദ്രൻ സമ്മതിക്കുന്നില്ല. അപ്പം പിന്നെ ഇനി അയാളും അവളും കൂടെ ജീവിക്കട്ടെ, എനിക്കെന്താ? ഞാൻ എന്താണല്ലോ ഇനി ആ വീട്ടിലേക്കില്ലയെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം നല്ല ദേഷ്യമായിപ്പോയി രാജീവന്. രാജീവൻ പറഞ്ഞു, വൈജയ്, നീ എടുക്കുന്ന തീരുമാനത്തിന് അവസാനം നിനക്ക് ദുഃഖിക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. എന്ത് ദുഃഖം? എനിക്കൊരു ദുഃഖം ഉണ്ടാകാൻ പോകുന്നില്ല. ദേ, അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാതെ ഞാൻ അങ്ങോട്ടേക്ക് പോകത്തില്ല, അല്ലെങ്കിൽ ഡിവോഴ്സ് കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകത്തോളം എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജീവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്ക് തന്നെയായിരിക്കും നഷ്ടം ഉണ്ടാകാൻ പോകുന്നത്. നീ ആ നാണം കിടാൻ പോകുന്നത്. കുടുംബ കോടതിയിൽ ചെന്ന് ബാലേന്ദ്രനെതിരെ നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അവസാനം നാണം കെട്ട് തുലിയെറിഞ്ഞ് നീ അവിടെ നിൽക്കേണ്ട വരുമെന്ന് പറഞ്ഞു. നീയും വലിയ പെർഫെക്റ്റ് ഒന്നും അല്ലോ, നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് നിനക്കറിയാലോ. കല്യാണത്തിന് മുമ്പ് നീ എന്താ കാണിച്ചതെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വൈജ പറഞ്ഞു, എന്നും പറഞ്ഞുകൊണ്ട്, എൻ്റെ മക്കളാരും ഇങ്ങോട്ടേക്ക് അവകാശമോ അധികാരമൊന്നും പറഞ്ഞിട്ട് വന്നിട്ടൊന്നുമില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പം രാജീവൻ പറഞ്ഞു, അല്ല,
നിനക്കൊരു കുഞ്ഞുണ്ടായതാണല്ലോ, ആ കുഞ്ഞ് മരിച്ചു പോയിട്ടില്ലായിരുന്നെങ്കിൽ അവകാശം പറഞ്ഞിട്ട് വരത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വൈജയുടെ നാവടഞ്ഞു. ആ സമയത്ത് രാജീവൻ പറഞ്ഞു, ദേ വൈജയ്, നീ ഒരിക്കലും ഒരു പെർഫെക്റ്റ് അല്ല. നീ പെർഫെക്റ്റായിട്ട് ഇങ്ങനെ ബാലേന്ദ്രനെതിരെ നീങ്ങുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നീ ചെയ്യുന്നതിനൊക്കെ നിനക്ക് അധികം വൈകാതെ തന്നെ തിരിച്ചടി കിട്ടും. എൻ്റെ അഭിപ്രായത്തിൽ ഈ കേസ് പിൻവലിക്കാൻ നല്ലത് ഡിവോഴ്സ് കേസ്, അല്ലെങ്കിൽ നിനക്ക് തന്നെ അത് പാരയാൻ പോകുന്നത്. അവസാനം കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നേക്കല്ല, ഞങ്ങളാരും തിരിഞ്ഞു നോക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈജു പറഞ്ഞു, എനിക്കറിയാം, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ആ അലീനയോടും ബാലേന്ദ്രനോടും അവരോടൊക്കെ നിങ്ങൾക്ക് കൂറാം. ഞാനിങ്ങനെ ഇവിടെ വയ്യാതെ കിടക്കുന്നു, പെങ്ങളാന്നൊരു വിചാരം പോലും ഇല്ലെന്ന് പറഞ്ഞു. അതേടി, പെങ്ങളാന്നൊരു വിചാരം പോലും ഇല്ല, ഉണ്ടായിരുന്നു. പക്ഷെ നിൻ്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്വഭാവമാണ്. മര്യാദയാണേ മര്യാദ, ഇനി നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക, അനുഭവിക്കാതെ നീ അടങ്ങത്തില്ല അല്ലെന്നും പറഞ്ഞുകൊണ്ട് രാജീവും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. വൈജയ്ക്കാണെങ്കിൽ ദേഷ്യമായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്നാലും വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നില്ല. ബാലേന്ദ്രനെ തോൽപ്പിക്കണം എന്നൊരു ചിന്ത. പക്ഷേ വൈജയ്ക്ക് അറിയത്തില്ലല്ലോ താൻ ഏൽക്കാൻ പോകുന്ന അപമാനം എന്താണ്, തനിക്കിട്ടുള്ള പണിയാണ് വരാൻ പോകുന്നതെന്ന്. കാരണം കോടതിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ എല്ലാ സത്യവും വിളിച്ചു പറയും. എല്ലാ സത്യവും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.